Tip number 2, never ever ditch your favorite foods on your weight loss journey. Hello, I'm Dr. Khadija Nesrin and welcome to day 2 of getting back to my fitter version before my brother's wedding. ചെറുപ്പം തൊട്ടേ ഞാൻ തടിയുള്ളതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യാത്ത ഡയറ്റ് പ്ലാൻസ് ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. GM ഡയറ്റ്, മിഷനറി ഡയറ്റ്, മെഡിറ്ററേനിയൻ ഡയറ്റ്, ഫുൾ ഫ്രൂട്ട്സ് മാത്രം, വെജിറ്റബിൾസ് മാത്രം, എഗ് ഡയറ്റ്, പല ഡയറ്റുകളും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലും ഞാൻ ഫെയിൽ ചെയ്തിട്ടുണ്ട്. ആ ഡയറ്റുകളുടെ എല്ലാത്തിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും ജീവിതകാലം മുഴുവൻ ഫോളോ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. 80% ആൾക്കാരും ഒരു വെയിറ്റ് ലോസ് ജേർണി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള എല്ലാ ഫുഡുകളും ഒഴിവാക്കിയിട്ട് നമ്മുടെ ടേസ്റ്റ് ബഡ്സിന് ഒട്ടും പരിചയമില്ലാത്ത കീൻവ, ഓവർനൈറ്റ് ഓട്സ്, സ്മൂത്തീസ്, പിന്നെ ഒരു ടേസ്റ്റും ഇല്ലാത്ത കുറെ സാലഡ്സ്, ഇതൊക്കെ അവരുടെ ഡയറ്റിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഈ ഒരു റീസൺ കാരണം തന്നെ നമ്മൾ ഫാമിലിക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് പുറമെ നമ്മൾ വേറെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യം വരും. ഇത് കുറച്ച് ഹെക്റ്റിക് ആണ് അല്ലെ. നമ്മളെ കേരള ഫുഡ് ഭയങ്കരമായിട്ട് തടിപ്പിക്കുന്നതാണ്, ചോറ് കഴിച്ചാൽ തടിക്കും, ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളും കുറെ ആൾക്കാർക്ക് ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരള ഫുഡ് അത്യാവശ്യം നല്ല ബാലൻസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള വേറൊരു ക്വിസീൻ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ ടിപ്പ് നമ്പർ 2 ഇസ് സിമ്പിൾ ആൻഡ് ക്ലിയർ. എന്താണോ നമ്മളെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ അതായിരിക്കണം നമ്മളെ ഡയറ്റിൽ വരേണ്ടത്. ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്യേണ്ടി വരും, കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. So, enjoy your favorite foods and lose weight. Stay tuned for tip number 3. Bye.